ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ഹനിയാസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബീഫ് ബോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ബീഫ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് ബീഫ് കഴുകിയിട്ട് അതിലേക്ക് ഒരൽപ്പം മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അത് വേവിക്കാൻ വെക്കാം. വെള്ളം ഒട്ടും തന്നെ വേണമെന്നില്ല, അത് വറ്റി വരുമ്പോഴത്തേനും വെള്ളമായിക്കോളും. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചെയ്താൽ മതിയാവും. ഒരുപാട് ഒഴിക്കേണ്ടതില്ല, ആവശ്യത്തിനുള്ള 2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം ഒരു 2-3 വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് മതിയാവും. അതിനുശേഷം 2 മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സവാള വഴലാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. സവാള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഗരം മസാലയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന മസാലയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. മസാല എല്ലാം നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഒരു മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്തതിന് നല്ലപോലെ ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക. ഇതിനുശേഷം നമുക്ക് ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്തെടുക്കുക. അരികെ കട്ട് ചെയ്തെടുത്ത ബ്രെഡിനെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കി പെട്ടെന്ന് എടുക്കണം. എടുത്തിട്ട് അതിനെ നല്ലപോലെ നമ്മുടെ കൈയുടെ പത്തിയിൽ വെച്ച് തന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് അതിലേക്കുള്ള വെള്ളമെല്ലാം കളയണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുത്ത് അതിനെ ഈ ബ്രെഡിനുള്ളിലോട്ട് വെച്ച് നല്ലപോലെ കവർ ചെയ്തെടുക്കണം. ഒരു ബോൾ പോലെ നല്ലപോലെ കവർ ചെയ്തെടുക്കണം. ശേഷം ആ ബോളിനെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡ് കട്ട് ചെയ്തത് പൊടിച്ചെടുത്താലും മതിയാവും. അതിലേക്ക് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്താൽ മതി. നമുക്ക് ഈ ബോളിനെയെല്ലാം എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത്
വറുത്ത് കിട്ടും. പെട്ടെന്ന് തന്നെ തിരിച്ചു വിട്ട് സൈഡെല്ലാം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.